ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ഫുൾ ടൈം അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ നമ്മുടെ മത്സരാർത്ഥികളുടെ നല്ല കിടുക്കൻ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. എന്താ പറയുക, വളരെ മനോഹരമായിട്ട് എല്ലാ ആൾക്കാരും പെർഫോം ചെയ്യുന്നത് കാണുവാൻ കഴിഞ്ഞു. ശരിക്കും ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് അവർക്ക് വിശേഷണങ്ങൾ നൽകേണ്ടത് തന്നെയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. തുടക്കത്തിൽ തന്നെ അറിയാതെ എന്നുള്ള ലാലേട്ടൻ്റെ ഒരു മൂവിയിലെ ആ പാട്ടിലാണ് തുടക്കം. അർജുൻ ശ്രീതു കോംബോയാണ് തുടങ്ങിയത്. തുടക്കം തന്നെ തകർത്തു വാരി എന്ന് വേണം പറയുവാൻ. അർജുനും ശ്രീതുവും കൂടിയാകുമ്പോൾ എല്ലാവരും കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ നിരാശപ്പെടുത്തിയില്ല, വളരെ മനോഹരമായി പെർഫോം ചെയ്തു. തുടർന്ന് ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ എന്നുള്ള പാട്ട് അൻസിബയും ജിൻഡപ്പനും കൂടിയായിരുന്നു അവിടെ ഡാൻസ് ചെയ്തത്. എത്ര മനോഹരമായിരുന്നു അൻസിബയുടെയും ജിൻഡപ്പന്റെയും കൂടി ആ ഡാൻസ് പെർഫോമൻസ്. അത് പെട്ടെന്ന് തീരരുത് എന്ന് പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. അത്ര മനോഹരമായിട്ട് അവർ രണ്ടുപേരും ചെയ്തു. തുടർന്ന് ചെല്ലത്താമരെ എന്ന് തുടങ്ങുന്ന പാട്ട് നോറയുടെ ഒരു സോളോ പെർഫോമൻസ്. ആ പാട്ടിലേക്ക് അന്തിപ്പൊൻവട്ടം എന്ന പാട്ട് കൂടി ക്ലബ് ചെയ്തപ്പോഴേക്കും നമ്മുടെ അഭിഷേക് ശ്രീകുമാറും കൂടി ജോയിൻ ചെയ്യുകയാണ്. അഭിഷേക് എത്ര ഭംഗിയായിട്ടാണ് ഡാൻസ് ചെയ്തത്. രണ്ടാളും കൂടി ഒരുമിച്ച് കൂടിയപ്പോഴേക്കും വളരെ നല്ല ഒരു ദൃശ്യ വിസ്മയം തന്നെയായിരുന്നു പ്രേക്ഷക സമൂഹത്തിന് കാഴ്ചവെച്ചത്. തുടർന്ന് വീണ്ടും എത്തുകയാണ് ജിൻഡോയ്ക്കൊപ്പം അപ്സരയാണ് ഇക്കുറി വന്നത്. കൈതപ്പൂവിൻ കന്നിത്തുരുമ്പിൽ തൊട്ടില്ല എന്നുള്ള ആ പ്രശസ്തമായ മലയാള ഗാനമായിരുന്നു. ഇരുവരും തകർത്തഭിനയിച്ചു, തകർത്താടി എന്ന് തന്നെ വേണം പറയാൻ. തൊട്ടു പിന്നാലെ വീണ്ടും എത്തുന്നു അഭിഷേക് ശ്രീകുമാർ, ഒപ്പം നന്ദനയുടെ ഡാൻസ് കിടിലമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കസ്തൂരി എന്റെ കസ്തൂരി എന്നുള്ള ആ ലാലേട്ടന്റെ അടിച്ചുപൊളി പാട്ടുമായിട്ട് രണ്ടാൾക്കാരുടെ കളം നിറഞ്ഞു കളിച്ചു കുറെ സമയത്തോളം. അവരരങ്ങൊഴിഞ്ഞപ്പോൾ ജാസ്മിനും സിജോയും കൂടിയാ വന്നത്. എത്ര മനോഹരമായിട്ടാണ് രണ്ടാൾക്കാരും കൂടി ഊട്ടിപ്പട്ടണം എന്നുള്ള ആ പാട്ടിനൊപ്പം നൃത്തം ചെയ്തത്. രേവതി വർണ്ണക്കുടയും ഒക്കെ ചൂടിക്കൊണ്ട് മനോഹരമായിട്ട് ആ പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്നതിനെ അനുസ്മരിപ്പിക്കുമാറ് ജാസ്മിനും ഒപ്പം സിജോയും സൂപ്പർ പെർഫോമൻസ് എന്ന് തന്നെ വേണം പറയുവാൻ. അവസാനമായി രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റെ എന്ന് തുടങ്ങുന്ന ആ പാട്ടിനൊപ്പം ഒരു സംഘനൃത്തം കൂടി. സായിയുടെയൊക്കെ നല്ല ഒന്നാന്തരം പെർഫോമൻസ്. സായിയെ സംബന്ധിച്ചിടത്തോളം ഡാൻസ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ബാലികേറ മല തന്നെയാണ്. സായിയുടെ ശരീരം അതിന് വഴക്കമുള്ളതല്ല, ഡാൻസ് കണ്ട് ശീലമുള്ളതല്ലാതെ ഒരു സ്റ്റെപ്പ് ജീവിതത്തിൽ ഇതുവരെ ഡാൻസിന് വേണ്ടി വെക്കാൻ അറിയാത്തൊരു വ്യക്തിയായ സായി പോലും നല്ല ഒന്നാന്തരമായിട്ട് പെർഫോം ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ ഇതിന്റെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്ന സമയത്ത് സായിയുടെ ഓരോ ചലനങ്ങൾ, ഓരോ ചുവടുകൾ വെക്കുന്നത് കണ്ടിട്ട് ചിരിച്ചൂപ്പാട് വന്നുപോയി. സായി തന്നെ അന്നേരം പറയുന്നുണ്ടായിരുന്നു, അടുത്ത ദിവസങ്ങൾ ഞാൻ ഉറപ്പായിട്ടും എയറിൽ പോകും എന്നൊക്കെ. പക്ഷേ ഇന്ന് സായിയും തകർത്തു, നിരാശപ്പെടുത്തിയില്ല. അങ്ങനെ ബിഗ് ബോസ് വീടിനുള്ളിലുള്ള എല്ലാ മത്സരാർത്ഥികളും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട പ്രകടനങ്ങൾ തന്നെയാണ് ലാലേട്ടന്റെ മുമ്പിൽ കാഴ്ചവെച്ചത്. ലാലേട്ടൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും കിടിലൻ ഡാൻസുകാരാണ് എന്ന്. സംഗതി എല്ലാം പൊളിച്ചു. പക്ഷേ ഒറ്റ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ മത്സരാർത്ഥികൾക്കും ഓരോ വെള്ള ടീഷർട്ടും കൊടുത്ത് അതിൽ ലാലേട്ടന്റെ പടവും വെച്ചു. അതുമാത്രമായിരുന്നു ബോറായിരുന്നത്. കാരണം ഒരു ഡാൻസ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്കൊക്കെ ഈ വെള്ള ടീഷർട്ട് ഇട്ട് കൊടുക്കുവാൻ വേണ്ടി ആരുടെ തലയിലാണോ ഈ വെളിവുകേട് ഉദിച്ചത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തായാലും അത് അങ്ങേയറ്റം പരമ ബോറായിരുന്നു എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. ആ ടീഷർട്ട് ഇടാതെ സ്വാഭാവികമായിട്ട് അവരുടെ വേഷങ്ങളിൽ അവർ ചെയ്യുകയായിരുന്നുവെങ്കിൽ സംഗതി പൊളിച്ചടുക്കുമായിരുന്നു. പെർഫോമൻസ് കിടിലനായിരുന്നു, പക്ഷേ ടീഷർട്ട് ഏറ്റവും ബോറായിരുന്നു.